നോമ്പ് നോമ്പ് വലിയ നോമ്പ് നമ്മെ ദൈവമക്കളാക്കിനാൻ മനുഷ്യനായി പിറന്നവൻ കുരിശിലേറി യാഗമായി ഓർത്തിടാമീ നോമ്പതിൽ പാപത്തെ വെറുത്തിടാം പുണ്യപാതെ പോയിടാം നന്മകൾ ശീലിച്ചിടാം യേശു മക്കളായിടാം നോമ്പ് നോമ്പ് വലിയ നോമ്പ് 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 വലിയ നോമ്പ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശിന്റെ വഴിയിലെ 6-ാം സ്ഥലം വെറോനിക്ക കർത്താവിന്റെ തിരുമുഖം തുടയ്ക്കുന്നു. ഇതിനു മുൻപോ ശേഷമോ ജെറുസലേമിൽ നിന്നുള്ള വെറോനിക്ക എന്ന ഈ പെൺപേര് പുതിയ നിയമത്തിൽ ഒരിക്കലും പരാമർശിക്കപ്പെടുന്നില്ല. ചാട്ടവാർ അടിയേറ്റ് കുരിശിന്റെ ഭാരത്താൽ പല പ്രാവശ്യം നിലത്ത് വീണ് വിയർപ്പും ചെളിയും പുരണ്ട ശരീരവും രക്തവും ഒലിക്കുന്ന മുഖവുമായി മുന്നോട്ട് നീങ്ങുന്ന യേശുവിന് മുഖം തുടയ്ക്കാൻ തൂവാലയുമായി ഓടിയെത്തുന്ന വെറോനിക്ക എന്ന പെൺകുട്ടി. യേശുവിന്റെ പിന്നാലെ ചാട്ടവാറുമായി വരുന്ന ക്രൂരരായ പടയാളികളോ ഇരുവശത്തും തടിച്ചുകൂടിയ ജനക്കൂട്ടമോ വശങ്ങളിൽ ഒളിച്ച ക്രിസ്തു ശിഷ്യരുടെ മുഖത്തെ ഭീതിയോ ഒന്നും അവളെ പിന്തിരിപ്പിച്ചില്ല. അവളെ നയിച്ചത് ക്രിസ്തുവിനോടുള്ള സ്നേഹവും സഹതാപവും മാത്രമായിരുന്നു. വേദനിക്കുന്ന സഹജീവിയോട് ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ സഹതാപം, അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യം, ആ ഒരു നന്മ പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിന്റെ മുഖം അവളുടെ തുവാലിയിൽ പതിഞ്ഞു, അതുവഴി ഹൃദയത്തിലും. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന ഗിരിപ്രഭാഷണ വാക്യവും ഈ അവസരത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. നിത്യജീവിതത്തിൽ ചിലരുടെയെങ്കിലും കയ്യിൽ വെറോനിക്കയുടെ രക്തം നിറഞ്ഞ പട്ടുതുവാല നാം കാണാറില്ലേ? മനുഷ്യരെ ബോധ്യപ്പെടുത്താനല്ലാതെ നാം ചെയ്യുന്ന ഓരോ സുഹൃതത്തിനും അഭൗമമായ ഒരഴകുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മളാൽ അവഗണിക്കപ്പെടുന്ന ചുറ്റുമുള്ള ചിലരുടെയെങ്കിലും പരിഗണിക്കുമ്പോഴേ നമ്മുടെ ജീവിതം പൂർണ്ണതയിലെത്തും. ആർക്കും ഉപദ്രവം ചെയ്യാതെ ജീവിച്ചാൽ മാത്രം പോരാ, നമ്മളിലെ ക്രിസ്തീയതയും മനുഷ്യത്വവും മറ്റുള്ളവർക്ക് അവരുടെ വേദനയുടെ നേരത്ത് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ നമ്മിലുള്ളത് മനുഷ്യത്വവുമല്ല ക്രിസ്തീയതയുമല്ല. പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ കുളിരുമ്പോൾ ഇല്ലാത്ത കമ്പിളി പിന്നീടെന്തിന്? വെറോനിക്കയെ പോലെ അസാധാരണമായ ആന്തരിക പ്രകാശവും ഹൃദയശുദ്ധിയുമുള്ളവർക്ക് അപരന്റെ മുറിവുകളെ തിരിച്ചറിയാൻ പറ്റും, അതിൽ തലോടാൻ പറ്റൂ. ഉത്ഥാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ നോമ്പുകാലത്ത് പ്രത്യാശയുടെ ഉത്ഥാനത്തിൽ ക്രിസ്തുവിനെ പോലെ അല്ലെങ്കിൽ വെറോനിക്കയെ പോലെ ക്രിസ്തുവിനെ കാണുന്നവരാകാം. അതിനായി പരിശ്രമിക്കാം. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. നമ്മെ ദൈവമക്കളാക്കിനാൻ മനുഷ്യനായി പിറന്നവൻ കുരിശിലേറി യാഗമായി ഓർത്തിടാമീ നോമ്പതിൽ പാപത്തെ വെറുത്തിടാം പുണ്യപാതെ പോയിടാം നന്മകൾ ശീലിച്ചിടാം യേശു മക്കളായിടാം.